നല്ലൊരു പ്രഭാതം കണ്ടുണരുവാൻ ദൈവം നമ്മളെ സഹായിച്ചതോർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു, കർത്താവിനെ വാഴ്ത്തുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 14-ാം വാക്യപ്രകാരം വായിക്കുന്നു: നീ ഗോപുരമരം കൊണ്ട് ഒരു പെട്ടകമുണ്ടാക്കുക. പെട്ടകത്തിന് അറകളുണ്ടാക്കി അകത്തും പുറത്തും കീൽ തേക്കണം. ദൈവം നോഹയോട് അരുളി ചെയ്യുന്ന ഒരു അരുളപ്പാടാണ്: നീ ഒരു പെട്ടകം ഉണ്ടാക്കണം. എന്തിനാണ് പെട്ടകം ഉണ്ടാക്കിയത് എന്ന് നാം ചോദിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ആ കാലഘട്ടത്തിൽ ഭൂമിയിൽ മനുഷ്യൻ്റെ പാപം വർദ്ധിച്ചു. ദൈവം മനുഷ്യനെ നശിപ്പിക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ നീതി പ്രസംഗിയായിട്ട് നോഹ ദേശത്ത് പാർത്തിരുന്ന കാലഘട്ടം. പെട്ടകം പണിത് പെട്ടകത്തിനകത്ത് കയറിക്കൂടുന്നവർക്ക് ആ ശിക്ഷാവിധിയിൽ നിന്ന് അത്ഭുതകരമായിട്ട് രക്ഷപ്പെടാം. ശിക്ഷാവിധി എന്ന് പറയുന്നത് ദൈവം ഭൂമിയിൽ മഴ പെയ്യിക്കാൻ പോവുകയാണ്. ആ ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ദൈവം നിർദ്ദേശപ്രകാരം നോഹ നിർമ്മിച്ചെടുക്കുന്ന പെട്ടകത്തിനകത്ത് കയറണം. ആ പെട്ടകത്തെക്കുറിച്ച് 15-ാമത്തെ വാക്യം, അതുണ്ടാക്കേണ്ടത് എങ്ങനെയെന്നാൽ പെട്ടകത്തിൻ്റെ നീളം 300 മുഴം, വീതി 50 മുഴം, ഉയരം 30 മുഴം. അപ്പോൾ പെട്ടകം ഉണ്ടാക്കേണ്ടതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അത് പണിതത് അകത്തും പുറത്തും കീല് തേക്കണം. പ്രത്യേകമായിരിക്കും പശ, വെള്ളമകത്ത് കയറാൻ പാടില്ല. അതിന് പ്രത്യേകതരമായ അറകളുണ്ട്. കാരണം മൃഗങ്ങളിൽ ആണും പെണ്ണുമായിട്ട് ഈ 2 എണ്ണത്തിനെ അകത്ത് കയറണം, അകത്ത് കയറ്റണം. അതിനനുസരിച്ച് ആ പെട്ടകത്തിനകത്ത് പാർക്കത്തക്കവണ്ണമുള്ള അറകൾ നിർമ്മിച്ചെടുക്കണം. അതെല്ലാം ദൈവം വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട്. സകലതും ദൈവത്തിൻ്റെ നിർദ്ദേശമാണ്, ദൈവത്തിൻ്റെ പദ്ധതിയാണ്, ദൈവത്തിൻ്റെ ഉദ്ദേശപ്രകാരമാണ് ചെയ്യുന്നത്. നോഹയുടെ ഒരു ഉദ്ദേശവും പെട്ടകത്തോടുള്ള ബന്ധത്തിൽ നോഹ ചെയ്തിട്ടില്ല. ഒരാണി പോലും നോഹയുടെ ഇഷ്ടപ്രകാരം അവൻ അടിച്ചിട്ടില്ല. ദൈവം പറഞ്ഞതുപോലെ അവനത് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ നോഹ ദൈവം കൽപ്പിച്ചതെല്ലാം അതുപോലെ ചെയ്തു എന്ന് കാണുവാൻ കഴിയുന്നു. ആ പെട്ടകത്തിൻ്റെ പണി പൂർത്തീകരിക്കപ്പെട്ടു. മൃഗങ്ങൾ ഈരണ്ട് അതിനകത്ത് പ്രവേശിച്ചു. തുടർന്ന് നോഹയും കുടുംബവും, നോഹ തൻ്റെ ഭാര്യ, 3 ആൺമക്കൾ, അവരുടെ ഭാര്യമാർ, അവരും ആ പെട്ടകത്തിനകത്ത് പ്രവേശിച്ചു. 7-ാം അധ്യായം 17-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്: യഹോവ വാതിൽ അടച്ചു, ഭൂമിയിൽ 40 ദിവസം ജലപ്രളയമുണ്ടായി. വെള്ളം വർദ്ധിച്ചു, പെട്ടകം പൊങ്ങി നിലത്തു നിന്ന് ഉയർന്നു. പോലെ ഈ പെട്ടകത്തിൽ പ്രവേശിക്കുവാൻ ഏക വാതിൽ ആയിരുന്നു. സകല മൃഗങ്ങളും പ്രവേശിച്ചു. നോഹയും കുടുംബവും പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ നോഹയല്ല വാതിലടച്ചത്, ദൈവം പെട്ടകത്തിൻ്റെ വാതിലടച്ചു. അതെന്തുകൊണ്ടാണ് നോഹ അടയ്ക്കാതിരുന്നത്? നോഹയ്ക്ക് അടയ്ക്കുവാൻ ദൈവം അവസരം കൊടുക്കാതിരുന്നത് കാരണം നോഹ പണിതതല്ലേ. കഥകളെല്ലാം പണിതത് നോഹ. എന്നാൽ ദൈവം അടച്ചു. കാരണം നോഹ അടയ്ക്കുവാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ ജലപ്രളയം വന്ന ആളുകൾ മുങ്ങിത്താഴാൻ തുടങ്ങുമ്പോൾ നോഹയുടെ മനസ്സലിഞ്ഞ് ചിലരെ അതിലേക്ക് കയറ്റുവാൻ സാധ്യതയുണ്ട്. ദൈവവാക്ക് കേൾക്കാതെ ന്യായവിധിയിൽ ശിക്ഷാവിധിയിൽ അകപ്പെട്ടവരെ വീണ്ടും പെട്ടകത്തിൽ കയറ്റുവാൻ ദൈവം പദ്ധതിയിട്ടില്ല. അതുകൊണ്ട് ദൈവം വാതിലടച്ചു.
ഇനി ആർക്കും അതിൽ പ്രവേശനമില്ല. ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് 7:24 വെള്ളം ഭൂമിയിൽ 150 ദിവസം പൊങ്ങിക്കൊണ്ടിരുന്നു. 21 വാക്യം പറവുകളും കന്നുകാലികളും കാട്ടമറകളും നിലത്തിഴയുന്ന എല്ലാ ഇഴജാതിയുമായി കുജര ജഡമൊക്കെയും സകല മനുഷ്യരും ചത്തുപോയി. പാപത്താൽ പിടിക്കപ്പെട്ട് പാപത്തിൽ മതിമറന്ന് ജീവിച്ച സകല മനുഷ്യരും മൃഗതുല്യമായി ചത്തുപോയി. പെട്ടകത്തിനകത്ത് കയറിയവർ ചത്തവരുടെ പട്ടികയിൽ ഉൾപ്പെടാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഈ പെട്ടകത്തിൻ്റെ വാതിൽ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവാണ്. യോഹന്നാൻ്റെ സുവിശേഷം 14 അധ്യായം 6 വാക്യം ഇപ്രകാരം വായിക്കുന്നു: യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. മറ്റൊരു വേദഭാഗം വായിക്കുന്നത്: ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ അകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഈ പെട്ടകത്തിന് ഏകവാതിൽ, സ്വർഗീയ ഭവനത്തിന് ഏകവാതിൽ. ആ സ്വർഗീയ ഭവനത്തിലേക്ക് കയറിക്കൂടണമെങ്കിൽ ക്രിസ്തുവെന്ന വാതിലിലൂടെ മാത്രം, ക്രിസ്തുവെന്ന വഴിയിലൂടെ മാത്രം, ക്രിസ്തുവെന്ന ഏക സത്യ ദൈവത്തിലൂടെ മാത്രം. അപ്പോൾ ക്രിസ്തു പെട്ടകം, ഈ ക്രിസ്തു അല്ലെങ്കിൽ ക്രിസ്തുവിന് നിഴലായി വെളിപ്പെട്ടതാണ് പ്രളയനിമിത്തം നോഹയാൽ നിർമ്മിക്കപ്പെട്ട പെട്ടകം. ക്രിസ്തുവെന്ന രക്ഷകൻ, ആ രക്ഷകനിലൂടെ നിത്യമായ സ്വർഗത്തിലേക്ക് പ്രവേശനം കർത്താവ് ഒരുക്കിയിരിക്കുന്നു. ക്രിസ്തുവെന്ന പെട്ടകത്തിനകത്ത് കയറി രക്ഷപ്പെടുന്ന തൻ്റെ മക്കളെ നിത്യ ഭവനത്തിലേക്ക് ചേർക്കും. എന്ന പ്രഭാതത്തിൽ ഈ ആത്മീയ ചിന്തകൾ ശ്രവിക്കുമ്പോൾ ക്രിസ്തുവെന്ന പെട്ടകത്തിനകത്താണോ, ഇത് പുറത്ത് തള്ളപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണോ? പുറത്താണെങ്കിൽ ക്രിസ്തുവെന്ന പെട്ടകത്തിനകത്ത് കയറുക, ക്രിസ്തുവെന്ന വഴിയിലൂടെ സഞ്ചരിപ്പാൻ, നിത്യത പ്രാപിച്ചെടുപ്പാൻ നമ്മളതിനെ ഏൽപ്പിക്കാം. മോശയുടെ വാക്ക് കേൾക്കാതെ ജീവിച്ച സകലരും ചത്തൊടുങ്ങിയപ്പോൾ മോശയും കുടുംബവും ആ ചത്തവരുടെ പട്ടികയിൽ ഉൾപ്പെടാതെ ശിക്ഷാവധിയെ ഭേദിച്ചുകൊണ്ട് പെട്ടകത്തിനകത്ത് മുൻപോട്ട് യാത്ര ചെയ്തതുപോലെ ഒരു ശിക്ഷാവധി മുൻപിലുണ്ട്. അതിനെ ജയിച്ച് മുന്നേറുവാൻ നമ്മളെ തന്നെ ഏൽപ്പിക്കാം. ക്രിസ്തുവാണ് സാക്ഷാൽ പെട്ടകം, ക്രിസ്തുവാണ് സ്വർഗീയ പ്രവേശനത്തിൻ്റെ വാതിൽ. ആ വാതിലൂടെ പ്രവേശിപ്പാൻ ഏൽപ്പിക്കാം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.